ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഇവിടെ നടക്കുന്നൊക്കെ? ഒരു കാര്യം ഉറപ്പാണ്, നമ്മളാരും ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് തോന്നില്ലേ? അത് സത്യമാ. തിരിച്ചറിയാത്ത ആരോ നമ്മുടെ പുറകിലുണ്ട്. ഹോട്ടലിൽ നടന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കില്ലേ? പോലീസ് അന്വേഷണം ഉണ്ടാവും. പ്രത്യേകിച്ചും ഒരു ബോംബ് സ്ഫോടനം നടന്ന സ്ഥിതിക്ക്. അവര് താഴെ എത്തിയിട്ടുണ്ട്, നമ്മളെ വിളിപ്പിക്കും. നമ്മളെ കൊല്ലാൻ മാത്രം ഉദ്ദേശമുള്ളവരാരാ വരുൺ? ആരും ആവാം. നമ്മൾ നല്ലത് ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത ആരും. വരുൺ, ഫിദ മാഡം. എടുക്ക്. ഫോൺ എടുത്തില്ലെങ്കിൽ തന്റെ അമ്മ ടെൻഷനാവും. ഹലോ. മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ ഒന്നും പറയാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ, നീ എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾക്ക് എന്തോ ഒരു ആപത്ത് വന്നു നിന്റെ മനസ്സിൽ തോന്നാ, അതാ ഞാൻ വിളിക്കുന്നേ. മാഡം, സത്യം പറഞ്ഞാൽ ഞങ്ങളോടൊരു ചെറിയ പ്രശ്നത്തിലാ. എന്തു പറ്റി? അത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ വരും? മോളെ, മോളെ രാധികേ. ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല മാഡം. ആരോ ഞങ്ങളെ ലക്ഷ്യം വെച്ച് എന്തോ ചെയ്ത പോലെ. എന്നിട്ടും പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നേ? എത്രയും പെട്ടെന്ന് അവിടെ നിങ്ങോട്ട് പോരാ നോക്ക്. അല്ല വരും, നിങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞ നിമിഷം മുതൽ എനിക്ക് എന്തോ പോലൊരു പേടിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാ നിങ്ങളോടൊന്ന് മാറി നിൽക്കാൻ ഞാനാ നിങ്ങളോട് പറഞ്ഞത്. പറയണ്ടായിരുന്നു. മാഡം, ഞങ്ങൾ എന്തായാലും തിരിച്ചു പോരുക. ഇവിടെ പോലീസുകാരെത്തി. അവരുടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ പുറപ്പെടും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ വേറെ എവിടെ നിങ്ങൾ കയറാൻ നിൽക്കണ്ട. ഒരിടത്തും വണ്ടി നിർത്താൻ വേണ്ട, നേരെ ഇങ്ങോട്ട് പോന്നാ മതി കേട്ടോ. മാഡം പേടിക്കണ്ട. മാഡത്തിന്റെ മോക്ക് ഒന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങളങ്ങ് എത്തും. താങ്ക് യു വരുൺ, താങ്ക് യു. മാഡം ഫോൺ വെച്ചോളൂ. എത്രയും പെട്ടെന്ന് ഇത് തീർത്തിട്ട് ഞങ്ങളങ്ങ് എത്തിക്കോളാം. മോളെ, തിരിച്ചു വരുമ്പോ എന്റെ അടുത്തൊന്ന് കയറണേ. ഞങ്ങൾ നേരെ അങ്ങോട്ട് തന്നെ വരാം. ശരി മോളെ. എടോ, താനും തന്നെ അമ്മയായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, അത് സമ്മതിക്കാതെ വയ്യ. എത്ര കൃത്യമായിട്ട് മകൾക്കൊരു കാര്യം വരുമ്പോൾ അമ്മയ്ക്ക് ആപത്തിന്റെ തോന്നലുണ്ടാവുന്നതും മനസ്സ് വേദനിക്കുന്നതും. അതാണ് പെറ്റമ്മയുടെ മഹത്വം. പെറ്റമ്മയോ?